സമയം കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? എങ്കിൽ ഒരു സുവർണ അവസരം വീണ്ടും എത്തിയിരിക്കുകയാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അല്ലെങ്കിൽ NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ് വിഭാഗങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് ഇരിക്കുകയാണ്. കൂടാതെ ജൂനിയർ എഞ്ചിനീയേഴ്സ്, ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം NTPC അണ്ടർ ഗ്രാജുവേറ്റ് എന്ന വിഭാഗത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. CN07/2025 CN07/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ ആകെ 3058 ഇത്ര വേക്കൻസിയാണ് ആകെ ഉള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൽ 2424 വേക്കൻസികളാണ് ഉള്ളത്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 394 വേക്കൻസികളാണ് ഉള്ളത്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 163 വേക്കൻസികളാണ് ഉള്ളത്. ട്രെയിൻസ് ക്ലർക്കിൽ 77 വേക്കൻസികളുമുണ്ട്. ഇതിനെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട തീയതികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട തീയതി ഒക്ടോബർ 28 ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒക്ടോബർ 28 തൊട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റും. ഇത് നവംബർ 27 ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി. അതോടൊപ്പം ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ 29. അതോടൊപ്പം ആപ്ലിക്കേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റുന്ന അനുവദനീയമായ സമയം നവംബർ 30 വരെയാണ്. അതായത് ഒക്ടോബർ 28 തൊട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാന തീയതി നവംബർ 27 വരെയാണ്. നവംബർ 27 രാത്രി 11:59 വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാം. ഇനി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവ കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ യോഗ്യത +2 ആണ് പാസ്സാകേണ്ടത്. 50% മാർക്കോടെ +2 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈ സുവർണ അവസരം നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം SC, ST, PW, BD, എക്സ് സർവീസ്മെൻ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഇളവുകളുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏജ് ലിമിറ്റ്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം അപേക്ഷ സമർപ്പിക്കേണ്ടത് RRBയുടെ വെബ്സൈറ്റുകളിലൂടെ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാവൂ. അല്ലാതെ മറ്റൊരു വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനാകില്ല. RRB തിരുവനന്തപുരം അടക്കമുള്ള മറ്റ് സോണുകളിലെ വെബ്സൈറ്റുകൾ വഴി നമുക്ക് താല്പര്യം അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാനാകും. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അയക്കാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാവിയിലെ ഇതിൻ്റെ ആപ്ലിക്കേഷനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷനിൽ വരെ നയിച്ചേക്കാം. അതുകൊണ്ട് ഉദ്യോഗാർത്ഥി ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അയക്കാവൂ. അപ്പം ആപ്ലിക്കേഷൻ അങ്ങനെ അയച്ചു. അതിനുശേഷം നടക്കുന്ന എങ്ങനെയാണ് നമുക്കിതിൻ്റെ ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം, വിശദമായിട്ട് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ CBT ടെസ്റ്റ് ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത്. ഒരു ടെസ്റ്റ് ആയിരിക്കും ഉള്ളത്. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അങ്ങനെ അതോടൊപ്പം ടെസ്റ്റിൽ നെഗറ്റീവ് മാർക്കുകളുണ്ടാകും. അങ്ങനെ ഇതിന് ശേഷമാകും റിക്രൂട്ട്മെൻറ്റ് നടക്കേണ്ടത്. NTPC ഗ്രാജുവേറ്റ് വിഭാഗത്തിൻ്റെ കാറ്റഗറി നമ്പർ CN06/2025. CN06/2025. ആകെ 5810 വേക്കൻസികളാണുള്ളത്. ഏതൊക്കെ തസ്തികകളാണ് നമുക്ക് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതായത് ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന തസ്തികകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൽ 161 വേക്കൻസികളാണ് ഉള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ 615 വേക്കൻസികളാണ് രാജ്യത്താകമാനമുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ളത്. 3416 വേക്കൻസികളാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന തസ്തികയിലുള്ളത്. ഉദ്യോഗാർത്ഥികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിൽ 921 വേക്കൻസികളുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 638 വേക്കൻസികളാണ് ഉള്ളത്. അതോടൊപ്പം ട്രാഫിക് അസിസ്റ്റന്റിൽ 59 വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാജുവേറ്റ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട തീയതികളോട് നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട തീയതി ഒക്ടോബർ 21 ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, അവസാന തീയതി, ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 20 നവംബർ 20 രാത്രി 11:59 വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ 22. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നവംബർ 23 വരെ സമയമുണ്ട്.
കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. ഇത് ഗ്രാജുവേറ്റ് NTPC ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഗ്രാജുവേറ്റ് ഡിഗ്രി നേടിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈ സുവർണ അവസരത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. അടുത്തതായി പ്രായപരിധി നോക്കാം. 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. 2 പരീക്ഷകളാണുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2, അങ്ങനെ 2 പരീക്ഷകൾ ആകെയുണ്ട്. CBT 1, CBT 2. അതിനുശേഷം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ട്രാഫിക് അസിസ്റ്റന്റ് എന്നീ തസ്തികകൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമാണ്. അതിനുശേഷം അതോടൊപ്പം ക്ലർക്ക് പോസ്റ്റുകളിലേക്കുള്ളതിന് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് RRBയുടെ ബന്ധപ്പെട്ട മേഖലയിലെ വെബ്സൈറ്റ് വഴിയാണ്. ഇപ്പം നമുക്ക് RRB തിരുവനന്തപുരം താല്പര്യമുണ്ടെങ്കിൽ RRB തിരുവനന്തപുരം വഴി അപേക്ഷ സമർപ്പിക്കാം. ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാവൂ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഉദ്യോഗാർത്ഥികൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം അടുത്തൊരു തസ്തിക റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന തസ്തികകളാണ് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ്, കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്. ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബർ 31 തൊട്ട് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30 വരെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ ഇപ്പോൾ 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടവർക്കെല്ലാം സമർപ്പിച്ചു തുടങ്ങാം. ബന്ധപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ച് വെച്ച് ഒക്ടോബർ 30-നകം അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഡിസംബർ 2 വരെ സമയമുണ്ട്. അതോടൊപ്പം അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള അവസാന തീയതി ഡിസംബർ 3 അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജൂനിയർ എഞ്ചിനീയറാണ്. അപ്പം ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട 3 വർഷ ഡിപ്ലോമ ഡിഗ്രി ഈ ഡിഗ്രികൾക്ക് യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം ഇതിൻ്റെ പ്രായപരിധി 18-നും 33-നും വയസ്സിനിടയിലുള്ളവർക്കാണ് പ്രായപരിധി. അതോടൊപ്പം SC ST OBC EWS തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഇളവുകളുണ്ട്. അത് ഇതിന് മേൽ പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് വിഭാഗം പോലെ തന്നെ 2 ടെസ്റ്റ് ഉണ്ട്. CBT 1, CBT 2 ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കും. പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കും. അതിനുശേഷമാണ് നമ്മുടെ നിയമനം സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭിക്കുക. അതോടൊപ്പം എപ്പോഴും നേരത്തെ ആവർത്തിച്ചതുപോലെ RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാനാകൂ. RRB തിരുവനന്തപുരം ആണെങ്കിൽ RRB.തിരുവനന്തപുരം.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനാകും. ഈ 3 വിഭാഗങ്ങളിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ RRB.തിരുവനന്തപുരം.gov.in പ്രവേശിച്ച് അതിൽ വിജ്ഞാപനം ലഭ്യമാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ നമുക്ക് വലിയ പേജ് 10-30 പേജുള്ള നോട്ടിഫിക്കേഷനാണ്. അത് ഉദ്യോഗാർത്ഥികൾക്ക് വായിച്ച് മനസ്സിലാക്കാം. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സമയം മലയാളത്തിൻ്റെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ, നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങളതിന് മറുപടി നൽകും. സമയം കരിയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.